ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ബാംഗ്ലൂർ ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് കാണാൻ പോയതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതാണ് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ്. ഇത് നമ്മളിങ്ങനെ പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം 200-ലധികം വർഷം പഴക്കമുള്ള ഒരു പാലസാണിത്. ഇത് കാണുന്നതിനുള്ള എൻട്രി ഫീസ് 20 രൂപയാണ് കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദർ അലിയാണ് കേട്ടോ ഈ ഒരു പാലസിൻ്റെ നിർമ്മാണം 1781 ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിനത് പൂർത്തീകരിക്കാനായില്ല. 1791 ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്താണ് ഈ ഒരു പാലസിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 10 വർഷങ്ങൾ കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇരുനില പാലസിൻ്റെ പണി പൂർത്തിയായത്. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ രീതിയിലാണ് കേട്ടോ ഈ ഒരു പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും തേക്ക് കൊണ്ടാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രങ്ങൾ കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും ഒത്തിരി മനോഹരമാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗങ്ങൾ. ഈ ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ് സുൽത്താൻ തൻ്റെ ദർബാറുകൾ നടത്തിയിരുന്നതെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറുന്നതിനായിട്ട് 2 വശങ്ങളിൽ കൂടിയും കോണിപ്പടികളുണ്ട് കേട്ടോ. ഇതിൻ്റെ 1-ാം നിലയിൽ സെനാന ക്വാർട്ടേഴ്സ് എന്ന പേരിൽ 4 ചെറിയ മുറികളുണ്ട്. അതുപോലെ ടിപ്പു സുൽത്താൻ്റെ സിംഹാസനത്തിൻ്റെ ഒരു ചിത്രവും ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി താഴത്തെ നിലയിലെ മുറികളിൽ ടിപ്പു സുൽത്താൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭരണസമയത്തുണ്ടായ വിവിധ നേട്ടങ്ങളും കാണിക്കുന്ന രീതിയിൽ ചെറിയ ഒരു മ്യൂസിയം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്തുണ്ടായിട്ടുള്ള ഒത്തിരി നേട്ടങ്ങളും ആ ഒരു സമയത്ത് നിർമ്മിച്ചിട്ടുള്ള മോണുമെൻറ്റ്സും ഒക്കെ ഇവിടെ ഇങ്ങനെ ചിത്രത്തിൻ്റെ രൂപത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുകൂടാതെ ടിപ്പു സുൽത്താൻ്റെ സ്വർണ്ണ, വെള്ളി കിരീടങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ജനറൽ രാജാവ് ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഹൈദർ അലിക്ക് കൊടുത്ത വെള്ളിപ്പാത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.